നിങ്ങളോടല്ല, സുരഭി തിയേറ്ററിലെ രാവിലത്തെ കാന്താരയുടെ 10 മണിയിലത്തെ ഷോ D12, 13, 14 എന്ന് പറഞ്ഞ ആ സീറ്റുകളിലിരുന്ന് കണ്ട പെരിയ കുമ്പളോടാണ് ഞാനിത് പറഞ്ഞത്. ആ കഥ അവിടെ കേട്ടെ. അപ്പൊ നമുക്ക് ആദ്യം കാന്താര റിവ്യൂയിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്നത് കാന്താരയുടെ സീക്വൽ അല്ല, പ്രീക്വൽ ആണ്. അതായത് ഒറിജിനൽ കാന്താര നടക്കുന്നതിനേക്കാളും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഉള്ള കഥ. നിങ്ങളിപ്പോൾ ഒറിജിനൽ കാന്താര കണ്ടില്ലെങ്കിലും ഈ പടം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം തുടക്കത്തിലെ തന്നെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഇട്ട് വരുന്നുണ്ട് കാന്താര ഒറിജിനൽ സീക്വൻസുകളൊക്കെ. ആ ഒരു ചെറിയ അറിവ് മതി ഈ പടം കാണാൻ. അതർവൈസ് മറ്റേ പടമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ടോട്ടലി ഡിഫറെന്റ് സാധനങ്ങളാണ്. പിന്നെ കുറെ ക്യാമിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വേണമെങ്കിൽ ആ പടം ഇരുന്ന് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. നായകനും പുള്ളി തന്നെയാണ്. ഡയറക്ഷനിലായിക്കോട്ടെ റൈറ്റിങ്ങിലായിക്കോട്ടെ പുള്ളി അത്യാവശ്യം നല്ലൊരാളാണെന്ന് പ്രൂവ് ചെയ്തതാണ്. ആക്ടിങ്ങിലും അതെ, അയാൾ വേറൊരു ലെവലാണെന്ന് പ്രൂവ് ചെയ്തതേയാണ് കാന്താര കൊണ്ടത്. ഇതിൽ അയാൾ ഒന്നുകൂടി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആസ് ആൻ ആക്ടർ അയാൾ വേറെ ലീഗാണ്. അത്രയും നല്ല രീതിക്കാണ് അയാൾ ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിൽ കുറേ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ കാന്താര 1 ആ ഫസ്റ്റ് പാർട്ട് തന്ന ആ ഒരു കിക്ക് എനിക്ക് ഇതിൽ കിട്ടിയില്ല, സത്യമായിട്ട് പറയാനുള്ളൂ. റൈറ്റിങ്ങിലായിക്കോട്ടെ ഡയറക്ഷനിലായിക്കോട്ടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് തന്ന ആ ഒരു കിക്ക് എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. കാന്താര ഫസ്റ്റ് ഇരുന്ന് കണ്ട അതേ തിയേറ്ററിലാണ് ഞാനിപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇരുന്ന് കാണുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു ക്ലൈമാക്സ് ആ ഒരു ടൈമിൽ അങ്ങേരുടെ മുഖത്ത് കണ്ട ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ ഞാൻ ഒരു നടൻ്റെയും ഇന്നേ വരെ ഒരു നടൻ്റെയും മുഖത്ത് അതുപോലത്തെ ഒരു എക്സ്പ്രഷൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും എന്തോ ഒരു ദൈവം പൊസസ് ചെയ്ത പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം, ആ ഒരു ആക്ടിങ്. ഇതിലും അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ കാന്താര 1ൻ്റെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പാക്റ്റ് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ അത് അന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ ഫ്രഷായിട്ട് തോന്നി. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നാത്തത് അതുകൊണ്ടായിരിക്കാം. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം അത് കണ്ട് ഞെട്ടിയതാണല്ലോ. പിന്നെ ജയറാമേട്ടൻ, എൻ്റെ പൊന്നു മോനെ, എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. അയാൾ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് ഹീറോ ആണെന്ന് ഉള്ള വിചാരമില്ലാതെ കുറേ തമിഴ് തെലുങ്ക് തല്ലുപൊളി റോളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ലാസ്റ്റ് ഞാൻ കണ്ടത് ഗെയിം ചേഞ്ചറിൽ SJ സൂര്യ മുതുകത്ത് ചവിട്ടി വെള്ളത്തിലിടുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമായി. പക്ഷേ ആ ഒരു സ്റ്റാർഡം പുള്ളിയുടെ മൈൻഡിലില്ലെങ്കിലും അതുപോലത്തെ തല്ലുപൊള്ളി റോളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ നല്ലൊരു കുറേ നാളിന് ശേഷം ജയറാമേട്ടൻ്റെ ആ ഒരു പെർഫോമൻസിന് വാല്യൂ കൊടുത്ത ആ ഒരു പുള്ളിയുടെ ആ ഒരു നടന് വാല്യൂ കൊടുത്തൊരു റോളായിരുന്നത്. അത് നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുമുണ്ട്. ആൻഡ് മൈ ഡിയർ രുക്കു, ഇത് രുക്കുവിനെ പറ്റി പറയുമ്പോൾ, അതായത് രുക്മിണി വസന്തനെ പറ്റി പറയുമ്പോൾ ചെറിയൊരു സ്പോയിലറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം വേണമെങ്കിൽ. നിങ്ങൾക്ക് പടം കാണണമെന്നുണ്ടെങ്കിൽ. കരിയർ പീക്കിൽ നിൽക്കുമ്പോൾ, അതായത് തെക്കും വടക്കും ഒക്കെ അത്രയും ക്രഷുകളുള്ളപ്പോൾ എല്ലാവരുടെയും ഹാർട്ട് ത്രോബ് ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു റോള്, എൻ്റെ ദൈവമേ, ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സാധനം. അത് കാസ്റ്റിംഗ് ഡയറക്ടറിന് നല്ല ബുദ്ധിയുണ്ട്. കാരണം ഈ പുള്ളിക്കാരിനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയത്. എന്നാൽ ഇതുപോലൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇനി രുക്മിണി വസന്തൻ്റെ കരിയർ എന്താവും ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രോ അപ്പം നിൻ്റെ കരിയറിൻ്റെ കാര്യം. മൂവിങ് ഓൺ. എനിക്ക് പലപ്പോഴും ലാക്ക് ഓഫ് ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് വലിയ ഗൂസ് ബംസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പലതും ആ ഒരു ഹൈ മൊമെൻറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന പലതും എനിക്ക് അങ്ങനെ വർക്കൗട്ടായില്ല. പക്ഷേ ഒരേ ഒരു സംഭവം എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. ട്രെയിലറിൽ ഗുളിക എന്ന് പറഞ്ഞൊന്ന് ചാടുന്ന കാണിക്കുന്നില്ലേ ഋഷഭ് ഷെട്ടി ഒരു കുഴിയുടെ മേളിൽ കൂടെ, അതെനിക്ക് ശരിക്കും വർക്കായി. കാരണം ഞാൻ തന്നെ ഇങ്ങനെ നോക്കിക്കുമ്പോൾ മറ്റേ സ്പൈഡർമാൻ ഇങ്ങനെ നോക്കുമ്പോൾ രോമം ഇങ്ങനെ എഴുന്നേറ്റിക്കില്ല, അതുപോലെ എഴുന്നേറ്റിക്കായിരുന്നു. സിനിമാറ്റോഗ്രഫി, കളർ ഗ്രേഡിങ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ നല്ല രീതിയിൽ, എല്ലാം നല്ല രീതിയിൽ ആ കൊടുത്ത ബഡ്ജറ്റിനുള്ള സാധനം ഇതിലുണ്ട്. ആ ഒരു പടം നല്ല രസത്തിൽ, നല്ല ബിഗ് സ്കെയിൽ വന്ന ആ പടം നല്ല രസത്തിൽ നമുക്ക് ഇരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണാം. കാന്താര ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു സോൾ എന്ന് പറയുന്നത് തന്നെ ആ ഒരു മ്യൂസിക്, വരാഹരൂപം നമുക്കറിയാമല്ലോ. പക്ഷേ ഇതിലങ്ങനെ ഒരു ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. അതിലുപയോഗിച്ച് പറയുന്ന സെയിം മ്യൂസിക്കുകളും സെയിം വരാഹരൂപമൊക്കെ തന്നെ നമുക്ക് ഇതിലും കേൾക്കാം. വലിയ വ്യത്യാസമോ ഇതിൻ്റെ ഒരു സോളതായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിൻ്റേതായ കുറച്ച് പാട്ടുകളും കാര്യങ്ങളും ഉണ്ട്, കുറച്ച് BGMs ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്. പക്ഷെ വരാഹരൂപം പോലെയോ അല്ലെങ്കിൽ കാന്താര ഫസ്റ്റ് പാർട്ട് പോലെ അത്രയും വർക്കായിട്ടുണ്ട്. ഓവറോൾ പടം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം, ഒരു എബോവ് ആവറേജ് ഫീലിംഗ് എനിക്ക് തന്നൊരു പടം. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് വർക്കൗട്ട് ആയേക്കാം, കുറച്ചുകൂടി നന്നായിട്ട് വർക്കൗട്ട് ആയേക്കാം. പിന്നെ ഇവിടെ ചില ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ സെക്കൻഡ് ഹാഫിലായിക്കോട്ടെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സഹിക്കാനും അങ്ങനെ ആ ഒരു സംഭവം
എക്സ്പെക്ട് ചെയ്തിട്ട് മാത്രം പോയാൽ മതി. പിന്നെ കുറേ അവിടെ ഇവിടെ ആയിട്ട് കുറേ കോമഡി ട്രാക്ക് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടും ഉണ്ട്. പിന്നെ ഒരാളെ പറ്റി പറയാൻ മറന്നുപോയി. നമ്മുടെ വില്ലനായിട്ട് ചെയ്ത ഗുൽഷൻ ദേവയ്യ എന്ന് പറയുന്നൊരു നടനുണ്ട്, ഹിന്ദിക്കാരനാണ്. പുള്ളി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നിയേയില്ല. ശരിക്കും ഇവിടുത്തെ ഒരു രാജാവിൻ്റെ പോലെ അങ്ങോട്ട് കിഡിലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഡബ്ബിങ്, മലയാളം ഡബ്ബിങ്ങും വേറെ ലെവലായിരുന്നു. നല്ല ടൈം എടുത്തിട്ടാണ് അവർ ചെയ്തത്. ശരിക്കും ഇതൊരു മലയാളം പടം പോലെ തന്നെ നമ്മളിരുന്ന് കണ്ടു. ഞാൻ ഇപ്പോഴാണ് ശരിക്കും അത് ഓർക്കുന്നത്, ഒരു ഡബ്ബഡ് പടമാണല്ലോ ഇത്. ഇനി മെയിൻ കാര്യത്തിലേക്ക് വരാം. സുരഭി തിയേറ്ററിലെ കാന്താര ചാപ്റ്റർ 1 എന്ന് പറയുന്ന പടം രാവിലെ 10 മണി ഷോ, ഇന്ന് വിജയദശമിയുടെ അന്ന് രാവിലെ 10 മണി ഷോ കണ്ട ഒരാൾക്കാണെങ്കിൽ ഞാൻ പറയുന്നത് വളരെ രീതിയിൽ കണക്റ്റ് ആവും. ഒരു കുണത്താളി എന്ന് തന്നെ വിളിക്കണം. ഒരെണ്ണമല്ല, കുറേ എണ്ണങ്ങളുണ്ട്. വാ തുറന്ന ഈവൻ വോ എന്ന് തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. നിന്റെ അച്ഛൻ കയറിയിരിക്കുന്നുണ്ട് അവിടെ ക്ലൈമാക്സ് വരെ. എന്തിന് ആ ലൈറ്റ് ഓൺ ആവുന്ന വരെ ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ആ പടം കഴിഞ്ഞ് അപ്പം തന്നെ മറ്റേ എഴുതി കാണിക്കൽ വന്ന് അപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നു. കാരണം ലൈറ്റൊക്കെ വന്ന് ഇവന്മാരുടെ മുഖം കണ്ട എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എനിക്കറിയാം. കാരണം അത്രയും ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. ഒരു 2-2.5 മണിക്കൂർ നിന്റെ വായ ചവിട്ടിപ്പൊളിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. നീ നായകൻ വന്നപ്പോൾ ഒരു ഹോയ് വിട്ട്, ഞാൻ ക്ഷമിച്ചു. നായിക വന്നപ്പോൾ ഒരു ഹോയ് വിട്ട്, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പുണ്ണി മോൻ കാരണം എനിക്ക് ക്ലൈമാക്സത്തെ കുറേ ഡയലോഗൊന്നും ഞാൻ കേട്ടേയില്ല. അവൻ്റെ അപ്പനെ കെട്ടിക്കാനായിട്ട് അവൻ ഓളിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നിൻ്റെ അടുത്ത് വന്ന് പറയാതിരുന്നത് അപ്പോൾ തന്നെ. നീ ഇപ്പോൾ അത്യാവശ്യം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനൊക്കെ പിന്നെ എന്ത് കോപ്പ് നിന്നെ പഠിപ്പിക്കാനാണ്. പിന്നെ ഞാൻ നിന്നെക്കാളൊരു 7-8 വയസ്സെങ്കിലും മൂത്തതാണ്. എടാ, കൈയടിക്കാനും ബഹളം വയ്ക്കാനും ഒക്കെ പറ്റിയ സിറ്റുവേഷൻസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തിയേറ്റർ സിനിമ. പക്ഷെ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരു സെൻറ്റിമെൻറ്റ് സീനൊക്കെ നടന്ന ടൈമിൽ ഈ നായ അവൻ്റെ അപ്പനെ കെട്ടിക്കാനായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, അതും പോട്ടേന്ന് വയ്ക്കാം. ഈ കുറേ പേപ്പർ കഷ്ണം കൊണ്ടിട്ടാണ് വന്നേക്കുന്നത്. അവൻ്റെ ഒരു ചാക്ക് അറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് മുകളിലേക്ക് വലിച്ചെറിയാം. ഓക്കെ, ഞാനും ഈ പരിപാടി ചെയ്തിട്ടുള്ളതാണ്. ദുൽഖർ സൽമാൻ്റെയും മോഹൻലാലിൻ്റെ ഒക്കെ പടത്തിന് പോകുമ്പോൾ ഞാൻ ഈ പരിപാടി ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ ഇൻട്രോ അല്ലെങ്കിൽ ഒരു മാസ് സീൻ വരുമ്പോൾ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവരൊരുമാതിരി ബാക്കിയുള്ളവരുടെ മേത്തേക്ക് വലിച്ചെറിയുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇവൻ്റെ മേത്തൊന്നും വീഴില്ല, ബാക്കിയുള്ളവരുടെ മേത്തൊക്കെ വീഴും. പിന്നെ മോനെ, നിന്നെ കണ്ട ഒരു ടീനേജ് പയ്യനാന്നേ തോന്നുന്നു. എനിക്കറിയില്ല നിനക്ക് എത്ര പ്രായമുണ്ടെന്ന്. പക്ഷേ ഇമ്മാരി കാട്ടായൊക്കെ ഇപ്പോൾ ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നും. അത് പ്രായത്തിൻ്റെയാണ്. ഞാനിതുപോലെ കുറേ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് ഇതുപോലെ ഒരാൾക്കല്ല, ഒരു കൂട്ടം ആൾക്കാർക്ക് നീ വലിയൊരു വാണത്തരമാണ് കാണിച്ചത്. നീ ഒരു കൂട്ടം ആൾക്കാരുടെ തലവേദനയായിരുന്നു ഒരു 2-2.5 മണിക്കൂർ നേരത്തേക്ക്. നിന്നൊക്കെ വല്ല സായിപ്പൊപ്പിക്ക് ഇട്ട് കൊടുക്കണം. പിതാക്കന്മാരില്ലാതെ ജനിച്ച വൃത്തികെട്ട പുത്രന്മാർ.